തോമസ് ഏട്ടന്റെ കണ്ണീരൊപ്പി മിൽമ. കറന്നുകൊണ്ടിരിക്കെ തന്നെ 4 പശുക്കൾ ഷോക്കേറ്റ് പിടഞ്ഞു വീണത് കണ്ട് നെഞ്ചു തകർന്ന ക്ഷീര കർഷകന് സഹായമെത്തിയത് ഇന്നലെയാണ്. മന്ത്രി ചിഞ്ചുറാണി തൃശൂർ ചേർപ്പിലെ വീട്ടിലെത്തി സഹായം കൈമാറുകയായിരുന്നു. തോമസിന് ഏക വരുമാനമാർഗം നഷ്ടപ്പെട്ടത് കഴിഞ്ഞ മാർച്ച് 3-നായിരുന്നു. പടിഞ്ഞാട്ടുമുറി 4 കൂടിയ വഴിക്ക് സമീപം വല്ലച്ചിറക്കാരൻ തോമസിന്റെ വീട്ടിലെ 5 പശുക്കളിൽ 4 പശുക്കൾ വൈദ്യുതാഘാതമേറ്റ് ചത്തത് തൊഴുത്തിലെ കറന്റ് കണക്ഷനിൽ നിന്നായിരുന്നു. തോമസിന്റെ മേലേക്ക് പശുക്കൾ വീഴുകയായിരുന്നു. വീഴ്ചയിൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടതിനാൽ പശുക്കളുടെ ഇടയിൽപ്പെട്ട് തോമസ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. നാട്ടുകാരുടെ സഹായത്തോടെയാണ് പശുക്കളെ തൊഴുത്തിൽ നിന്ന് എടുത്തത്. മിൽമ എറണാകുളം യൂണിയൻ ഹെൽപ്പ് ടു ഫാമേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45,000 രൂപയാണ് തോമസിന് നൽകിയത്. മന്ത്രി ചിഞ്ചുറാണി സഹായം കൈമാറി. നല്ല വരുമാനമുള്ള ഒരു കർഷകനായിരുന്നു നമ്മുടെ ഈ തോമസ് എന്ന് പറയുന്ന ഈ ക്ഷീര കർഷകൻ എന്നുള്ളത് നമുക്ക് നൽകുന്നത്. അപ്പൊ അത്രയും അരുമയായി അതിനെ വളർത്തുന്നത് കൊണ്ട് നല്ലതുപോലെ അതിന് തീറ്റ കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം പാലും കിട്ടുന്നത്. അതെല്ലാം എനിക്ക് തോന്നുന്നു HF ഇനത്തിലും അതുപോലെ തന്നെ മറ്റ് ഏറേതായിരുന്നു HF ജേഴ്സി ഇനത്തിൽപ്പെട്ട നല്ല ഇനം പശുക്കളാണ്. 15 ലിറ്ററിനും അതിന് മുകളിലോട്ടും പാല് തരുന്ന പശുക്കളാണ് ഈ HF ഈ ജേഴ്സി ഒക്കെ എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. നല്ല തീറ്റ കൊടുക്കാൻ നല്ല കട്ടിയുള്ള പാല് നല്ലതുപോലെ പാല് നമുക്ക് കറന്നെടുക്കുവാൻ പറ്റുമെന്നുള്ളതാണ്. നാട്ടിക MLA CC മുകുന്ദൻ, മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ MT ജയൻ, മിൽമ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. 25 വർഷത്തിലേറെ പാൽ കച്ചവടം കൊണ്ട് ജീവിക്കുകയായിരുന്ന തോമസ് ആറാട്ടുപുഴ ക്ഷീര കർഷക സംഘത്തിലെ അംഗമാണ്. 3 പശുക്കളെ കറന്ന ശേഷം 4ാമത്തെ പശുവിനെ കറക്കാൻ ശ്രമിക്കുന്നതിനിടെ പശുക്കൾ ഷോക്കേറ്റ് നിലത്ത് വീഴുകയായിരുന്നു. ഇരുമ്പ് ഷീറ്റ് കൊണ്ട് മേൽക്കൂരയുള്ള തൊഴുത്തിൽ പശുക്കളെ കെട്ടിയ ഭാഗം ഇരുമ്പ് കൊണ്ടാണ് പണിതിട്ടുള്ളത്. മേൽക്കൂരയിൽ സ്ഥാപിച്ച ഫാനിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാകാം കാരണമെന്നാണ് നിഗമനം.